so good. Oh, how you are so good. You are. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, हमारे स्वर्गीय पिता, How good you are. അങ്ങ് ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. आप हमारे बीच में हो, അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. आप हमारे बीच मंडरा रहे हो, इसके लिए धन्यवाद। ഓൾറെഡി നീ ജനത്തെ തൊട്ട് കഴിഞ്ഞല്ലോ. आप पहले से ही अपने लोगों को छूना शुरुआत किए हैं। ചിലരോട് നീ ഇടപെട്ട് കഴിഞ്ഞു. कुछ लोगों से आपने बातें कर दी हैं, ചിലരെ നീ വിടുവിച്ച് കഴിഞ്ഞു. कुछ लोगों को आपने छुड़ा लिया है। ചിലരുടെ മേൽ നീ നിന്റെ ആശീർവാദത്തെ കൽപ്പിച്ചു കഴിഞ്ഞു. कुछ लोगों के ऊपर आपके आशीषों को आपने ऐलान कर दिया है। थैंक यू जीसस। ഞങ്ങളെ ശക്തീകരിച്ച് അയക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. आप हमको बलवंत कर कर यहाँ से लौट भेजने वाले हो, इसके लिए धन्यवाद। ചില മിനിറ്റുകൾ പരിശുദ്ധാത്മാവിനെ ഇനിയും തൊടാനുള്ളവരെ തൊട്ടാട്ടെ. और कुछ क्षण में पवित्र आत्मा आपको और किसी छूना है, उन्हें और छू लेना प्रभु। ഇടപെട്ടാട്ടെ. आप उनसे बातें करना। മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ यीशु मसीह के नाम में पूछते हैं, आमेन आमेन आमेन। കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം. तालियों के साथ परमेश्वर को महिमा देंगे। ഇരുന്നു. ഇരുന്നു. आप सब बैठ जाइए। परमेश्वर आपको आशीषित रखे। എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. सभी को प्रभु यीशु मसीह के नाम में प्रेम भरा वंदन। സത്യത്തിൽ പ്രാർത്ഥിച്ചു വിടേണ്ട ആവശ്യമുള്ളൂ ഇനി. और सिर्फ यही आवश्यकता है कि प्रार्थना करके आपको हम फिर से भेज दें। പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുന്ന എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. हम ये कभी नहीं कह सकते पवित्र आत्मा किस क्षण में कार्य करना शुरुआत करता है। ചിലപ്പം പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചോളൂ. कभी कभी प्रार्थना करके शुरुआत करने से पहले ही पवित्र आत्मा अपने कार्य को शुरुआत कर देता है। ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് मैंने वैसा सब देखा है। ആശീർവാദം പറഞ്ഞ് കഴിഞ്ഞിട്ട് നടക്കുന്ന ദൈവപ്രവൃത്തി നടക്കുന്ന കണ്ടിട്ടുണ്ട്. और वहाँ पर बेनेडिक्शन कहने के बाद भी परमेश्वर का कार्य वहाँ पर कंटिन्यू हो रहा है, वो भी मैंने देखा है। ആത്മാവിൽ ഇവിടെ ഇരുന്നവരെ മനസ്സിലായിട്ടുണ്ട് കർത്താവ് പ്രവർത്തിച്ച് കഴിഞ്ഞു. जो आत्मा में यहाँ पर मौजूद है, जिसे समझते हैं वो जान गए हैं कि परमेश्वर ने आपको छू लिया। പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റപ്പിൽ എവിടെ ഉണ്ട് പ്രസംഗം കേട്ടാലേ സുഖം വരും നമുക്ക്. पर हमारे मन में ऐसी एक सोच है कि प्रचार सुनेंगे तो ही सब सही हो जाएगा। ഞാനൊരു കാര്യം പറയാം, പ്രസംഗം കേൾക്കുന്ന ഭയങ്കര ഡേഞ്ചർ. मैं आपको कहता हूँ प्रचार सुनना ये बहुत ही खतरनाक चीज है। നമ്മളത് മനസ്സിലാക്കണം. हम वो समझते नहीं। നമ്മളെ ന്യായം വിധിക്കുന്ന ഈ വചനം വെച്ച് हमारे खिलाफ जब न्याय किया जाएगा, इस वचन के आधार पर न्याय करेगा परमेश्वर। നീ കൈയടിച്ച കൈയടിയുടെ പേരിൽ അവിടെ ന്യായം വിധിക്കത്തില്ല. हमने जो ताली बजाई उसके आधार पर नहीं हमारे खिलाफ न्याय നീ हो। പാട്ട് പാടിയതിന്റെ കെയർ ഓഫിൽ അവിടെ ന്യായം വിധിക്കത്തില്ല. आपने गाना गाया उसके आधार पर नहीं न्याय किया പക്ഷെ जाएगा। നീ കേട്ട വചനം വെച്ചിട്ട് നിന്നെ ന്യായം വിധിക്കും. पर जो वचन आपने सुना, उस वचन को रखकर आपका न्याय किया जाएगा। നീ ഇങ്ങനെ കേട്ടില്ലായിരുന്നു, क्या तूने ऐसा वचन सुना था എന്നിട്ട് या നീ नहीं? അതെന്തോ അനുസരിച്ചു. फिर उसमें से तूने क्या माना? അപ്പൊ വചനം ഒത്തിരി കേൾക്കുന്നത് കേൾക്കാതിരിക്കുന്നല്ലേ. तो वचन जितना कम सुने वही अच्छा है। പക്ഷെ എനിക്ക് വചനം പ്രസംഗിക്കുന്ന ഇഷ്ടമാണ്. पर वचन का प्रचार करना ये मुझे बहुत पसंद है। ഇവിടെ സത്യത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവായിരുന്നു കാര്യങ്ങൾ ചെയ്ത്. और आज यहाँ पर सच में कहे तो पवित्र आत्मा ही चीजों का नियंत्रण कर रहा था। സാധാരണ എല്ലാ സൺഡേയിലും ഇവിടെ വചനം കൂടുതല. और हर रविवार वचन ज्यादा होता है हमारे ഇന്ന് बीच। വചനമല്ല, പരിശുദ്ധാത്മാവ് ഇടപെടാനാണ് ഇഷ്ടപ്പെട്ടു. और आज सुबह वचन से ज्यादा पवित्र आत्मा अपने मुठभेड़ को प्रकट कर रहा था। നിങ്ങൾ അറിയാതെ ഇതിനകത്ത് സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. आप जाने नहीं पर यहाँ पर चंगाइयाँ हो रही थी। आमीन।
ഇത് മാർക്കറ്റിംഗ് പ്ലേസ് അല്ല, അതുകൊണ്ട് ഞങ്ങളത് മാർക്കറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. और ये वो वेदी नहीं जहाँ पर सभी बातों का एडवर्टाइजमेंट कर ले, इसके लिए उसके बारे में हम ज्यादा कह नहीं रहे. അത്ഭുതങ്ങൾ നടക്കും ഇവിടെ. अद्भुत कार्य यहाँ पर होंगे. ഇനിയും കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നമുക്ക് അത്ഭുതങ്ങളല്ലാതായിട്ട് തോന്നും. और थोड़ा और समय के बाद अद्भुत कार्य हमारे लिए आश्चर्यचकित कार्य में नहीं കാരണം होगा, അത് സ്ഥിരമാകും. क्योंकि वो हमारे लिए हर दिन का दिनचर्या बन जाएगा. ആമേൻ. आमेन. ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മൾ കർത്താവിന് പ്രയോജനപ്പെടുന്നവരാകാൻ വേണ്ടിയാണ്. और अभी हम इस स्थान में इसलिए हैं ताकि हम वो लोग बन जाए जो परमेश्वर के लिए उपयोगी बने. ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞ് एक छोटी बात आपसे बांटकर ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാം. में फिर हम प्रार्थना करेंगे. 39:2 ഇങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്. और उस 39 अध्याय के दूसरे आयत में ऐसा एक शब्द कहा गया है. ആ വാക്യം ഒന്നിടാം. उस वचन को हम ഞാനത് देखेंगे. പ്രസംഗിക്കില്ല, ആ ഒരു പോയിന്റ് ഒന്ന് തരാം. उसमें से एक बात को मैं लेकर प्रचार में आपको कुछ बातें बांटना चाहूंगा. उत्पत्ति का पुस्तक 39वां अध्याय उसका दूसरा आयत. यूसुफ अपने मिस्री स्वामी के घर में रहता था. എവിടെ അവൻ പാർത്ത്? मिस्री स्वामी के घर में. പാർത്തു. ആരുടെ കൂടെ? और यहोवा उसके संग था. പാർക്കുന്ന എവിടെ? कहाँ रह रहा था? स्वामी के घर में. പക്ഷെ ആരുടെ കൂടെ? पर वो किसके संग है? ഇതായിരിക്കണം നമ്മുടെ ചരിത്രം. और ये हमारी इतिहास बन जाए. वाह. നമ്മൾ ആരുടെ കൂടെ പാർക്കുന്നത്? हम किसके साथ रहते हैं? നിത്യ പറയും ഞാൻ ഈശോയുടെ കൂടെ പാർക്കുന്നത്. नित्या कहेगी कि मैं ईशो के साथ रहती हूँ. ഞാൻ പറയും ഞാൻ ലിൻസിയുടെ കൂടെ പാർക്കുന്നത്. मैं कहता हूँ कि मैं पास्लिन के യോസഫ് साथ പറയും रहता ഞാൻ ദൈവത്തിന്റെ കൂടെ പാർക്കും. हूँ. योसेफ कहता है कि मैं यहोवा के संग रहता हूँ. വീടേതാ? മിസ്രൈമിന്റെ വീട്. घर मिस्री का घर है, പക്ഷെ പാർപ്പാരുടെ കൂടെ? पर किसके संग रह रहा हूँ? यहोवा के संग. आमीन. ഏത് വീട്ടിലാണേലും किसी भी घर में रहो നിന്നെ അംഗീകരിക്കാത്തവർ ആ വീട്ടിൽ മൊത്തമെങ്കിലും और उस घर के सभी लोग आपका अंगीकार नहीं നിനക്ക് करते होंगे, ദൈവത്തിന്റെ കൂടെ അവിടെ പാർക്കാൻ പറ്റും. तुम यहोवा के साथ वहां रह सकते हो. അങ്ങനെ നീ പാർത്താൽ वैसे अगर आप रहो, അംഗീകരിക്കാത്തവർ जो आपको अंगीकार नहीं करते, നിന്റെ കാൽ ചോട്ടി വരും. वो आपके कदमों के नीचे आएंगे. आमीन. ഒരുത്തി മേലാടയും കൊണ്ടാ വന്ന്. और അവന്റെ മേലാട വലിച്ചോണ്ട് പോയില്ലേ അവള്? और जो है उसकी बीवी जो है पोतीफर की बीवी, वो उसके कपड़े को ऊपरी कपड़े को लेकर आई थी നോട്ടം ഇട്ട് അവന്റെ വസ്ത്രം അടിച്ചു മാറ്റി. और ध्यान दे देकर उस पर नजर डालकर उसके അവൾക്ക് कपड़े അത്രേ को चुरा കിട്ടിയുള്ളൂ. लिया. और वो उतना ही चुरा पाई. നിന്നെ കിട്ടത്തില്ല. पर तुम मुश्किल नहीं मिल पाओगे. നിന്റെ വസ്ത്രം കൊണ്ടുപോയാലും നിന്നെ കിട്ടത്തില്ല. ओ, वो तुम्हारे कपड़े को ले जाए फिर भी तुम उसके हाथों में नहीं आओगे. നിനക്കെതിരെ 1500 വാക്ക് പറഞ്ഞാലും നിന്നെ കിട്ടത്തില്ല. आपके खिलाफ 1500 इंजामों को लाए तो भी वो तुम पर कब्जा ഞാൻ नहीं कर ചിലരോട് सकता. പ്രവചിക്കുക, कुछ लोगों को देखकर नबूवत कर रहा हूं. അനുകൂലമുള്ള ഒരെണ്ണം നിന്റെ വീട്ടിൽ വേണ്ട. तुम्हारे साथ रुकने वाला कोई भी नहीं चाहिए നീ घर में. ദൈവത്തിലൂടെ അവിടെ പാർക്ക്. तुम परमेश्वर के संग അവിടെ बाहर ഇട്ട് ഓടാനല്ല നീ ശ്രമിക്കണ്ടേ, वहां से छोड़कर भागने അവിടെ की नहीं सोचना. ദൈവത്തിന്റെ കൂടെ നീ പാർക്കാൻ ശ്രമിക്ക. वहां पर परमेश्वर के साथ रहने के लिए तू सोच. आमीन. ചിലരോട് പ്രവചിക്കുക ദൈവം. कुछ लोगों से परमेश्वर नबूवत कर रहा है. നീ ആ വീട് വിടുന്നെങ്കിൽ अगर तू उस घर से हट रहा है, ആ വീട്ടിൽ നീ ദൈവത്തിന്റെ കൂടെ പാർത്ത് കാണിച്ചിട്ടേ ആ വീട് വിടാവൂ. तुम परमेश्वर के साथ उस घर में रहकर स्थापित करने के बाद ही उस घर से हटना. ഹലോ, ആരോടാ ഈ ദൂത് പറയുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാ പറയും. मुझे पता नहीं किससे मैं ये नबूवत कर रहा हूं, पर पवित्र आत्मा इस भविष्यवाणी को ऐलान कर रहा है. നീ കൈയടിക്കുന്നല്ല അവരെ കാണിക്കണ്ടേ, तुम्हें ये नहीं दिखाना है कि तुम എല്ലാ ताली സൺഡേ बजाते हो. ആരാധനയ്ക്ക് പോകുന്നല്ല അവരെ हर കാണിക്കണ്ടേ, रविवार कलीसिया में जाते हो ये नहीं दिखाना है. എന്നും ഗ്ലോറി പറയുന്നല്ല അവരെ हर കാണിക്കണ്ടേ, वक्त महिमा करते हो ये नहीं दिखाना है. നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അവരെ കാണിക്കണം. तुम्हारे साथ परमेश्वर है, इस बात को वहां നീ स्थापित करना. ദൈവത്തിന്റെ കൂടാണെന്ന് അവരെ കാണിക്കണം. तुम परमेश्वर के साथ हो ये स्थापित करना.
അതുകൊണ്ട് നിന്റെ കൂടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നീ മാറണം. और परमेश्वर तुम्हारे साथ है, इस कारण वो वहां नहीं रह सकते, ऐसे अगर कहा तो तुम वहां से निकल जाओ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു? क्या आप समझ पा रहे हो? നീ ദൈവത്തിന്റെ കൂടെ പാർക്കുന്നത് നിന്റെ അപ്പന് ഇഷ്ടമല്ലെങ്കിൽ വിട്ടേക്കണം അവിടെ. और तुम परमेश्वर के संग रहते हो, ये अगर आपके पिता को पसंद नहीं तो आप उस घर से निकल जाओ. അതാണ് പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്തത്. पोतीफर के पत्नी को वही नहीं पसंद था. പൊത്തിഫറിന്റെ ഭാര്യ പറയുന്നത് നീ യേശുവിന്റെ കൂടെ താമസിക്കണ്ട, എന്റെ കൂടെ താമസിക്കും. पोतीफर की पत्नी कहती है तू यीशु के साथ मत रह, मेरे साथ रह. നീ യേശുവിന്റെ കൂടെ കിടക്കണ്ട, എന്റെ കൂടെ കട്ടിലേ കിട. तू यीशु के साथ मत सो, पर मेरे साथ बिस्तर में सो. പക്ഷെ യോസേഫ് പറഞ്ഞു, और यूसुफ कहता നിന്റെ കട്ടിലല്ല എനിക്ക് വലുത്, मुझे तेरी बिस्तर नहीं है बड़ी, എന്റെ അപ്പന്റെ കൂടെ എനിക്ക് കാരാഗ്രഹം വലുത്. ओ, मेरे पिता के साथ मेरा बंदी गृह मेरे लिए बड़ा है. പൊത്തിഫറിന്റെ ഭാര്യയുടെ കൂടെ കട്ടിലെ കിടക്കുന്നതിനേക്കാൾ വലുത് അവൻ പറഞ്ഞു യേശുവിന്റെ കൂടെ കാരാഗ്രഹത്തിൽ കിടക്കുന്നതാണല്ലേ. पोतीफर के पत्नी के साथ उस बिस्तर में सोने से बड़ा यूसुफ ने कहा मेरे पिता के साथ उस बंदी गृह में मैं रह जाऊंगा. പൊത്തിഫറിന്റെ ഭാര്യയുടെ കൂടെ കട്ടിലെ കിടന്ന ഒരു സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. पोतीफर के पत्नी के साथ उस बिस्तर में सो जा तो एक सपना भी नहीं देख पाएगा. പക്ഷെ നീ കാരാഗ്രഹത്തിൽ യേശുവിന്റെ കൂടെ കിടന്ന കണ്ടവന്റെ സ്വപ്നം വരെ നീ വ്യാഖ്യാനിക്കും. पर तू अगर बंदी गृह के साथ यीशु के साथ रहे, जिसके सपने को तूने देखा तुम उसके साथ रह पाओगे. ആമേൻ, ആമേൻ. उस जिसका सपना देखा उस सपनों का अर्थ तुम बता पाओगे. ഓ രക്ഷം, നീ പൊത്തിഫറിന്റെ ഭാര്യയുടെ കൂടെ കിടന്ന നരകത്തിലോട്ട് പോ. पोतीफर के पत्नी के साथ सो तो तुम नरक में നീ जाओ. യേശു ക്രിസ്തുവിന്റെ കൂടെ കാരാഗ്രഹത്തിൽ കിടന്നാൽ तुम यीशु मसीह के साथ अगर बंदी गृह में रहो, ഇവിടുത്തെ കൊട്ടാരവും അവിടുത്തെ കൊട്ടാരവും നിന്റേതാ. यहाँ का महल और स्वर्ग का महल दोनों तुम्हारा है. ഇവിടെ അവിടെയും നിനക്ക് ഉറപ്പാ. और इस धरती पर और स्वर्ग में भी तुझे एक निश्चय है. ഇവിടെ അവിടെയും നിനക്ക് ഉറപ്പാണ്. यहाँ पर और वहां पर भी तेरा एक निश्चय है. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? നീ യേശുവിന്റെ കൂടെ കിടക്ക. तुम यीशु के साथ लो, ആരുടെ അനുകൂലം നിനക്ക് വേണ്ട. कोई भी तुम्हारा साथ देना जरूरत नहीं. പൊത്തിഫറിന്റെ വീട്ടിൽ അവൻ ആരാ? അടിമയാ. पोतीफर के घर में वो गुलाम है, പക്ഷെ യേശുവിന്റെ കൂടെ അവൻ അടിമയല്ല. पर यीशु के साथ यूसुफ गुलाम नहीं है. മനസ്സിലായോ? ലോകം വെക്കുന്ന അടിമത്വം നിനക്ക് അനുഭവിക്കാതിരിക്കാൻ കർത്താവിന്റെ കൂടെ കിടന്നാൽ മതി. दुनिया ने रखी हुई गुलामी का वो औदा अगर वहां तुम्हें अनुभव नहीं करना है तो तुम सिर्फ यीशु के साथ रह लो. ഒന്നുകൂടെ പറയാം. और एक बार कहता हूं, ലോകം അടിമത്തം വെച്ചു, दुनिया ने गुलामी रखी, നീ ഫുള്ളി അടിമയാകണമെന്ന് അവന്റെ ആഗ്രഹം. उसकी ये इच्छा है कि तुम पूर्ण रूप से गुलाम बन जाओ. പക്ഷെ അവൻ വെച്ചതൊന്നും നിനക്ക് ഫീൽ ആകാതിരിക്കണമെങ്കിൽ पर उसने रखी कोई भी चीज अगर तुम्हें अनुभव ना करना, അതേ ഇടത്ത് നീ കർത്താവിന്റെ കൂടെ കിടന്നാൽ മതി. उसी स्थान पर तू परमेश्वर के संग रहो. അടിമ ഇപ്പൊ പറയും എല്ലാത്തിനും മേൽവിചാരകൻ നീ ആയിക്കോളെ. और वो गुलाम कहेगा कि तू सभी चीजों के ऊपर अधिकारी बन जा. ഇവിടെ മേടിച്ചത് അടിമയായിട്ടല്ലേ, इसे खरीदा था गुलाम के रूप വളർത്തേണ്ടത് അടിമയായിട്ടല്ലേ. और इसे गुलाम के रूप में बड़ा करना പറയാം, था. ആന്നു പക്ഷെ ഇവൻ വേറെയാ. आई, आई, वैसा ही करना था, पर ये यूसुफ अलग അത് है. നിനക്ക് പിടികിട്ടത്തില്ല. तू समझ नहीं पाएगा. ഇവന്റെ കൂടെ ഒരാളുണ്ട്, इसके साथ एक व्यक्ति है, നിനക്ക് കാണാൻ പറ്റാത്ത ഒരാൾ, वो व्यक्ति जिसे तू नहीं देख നിനക്ക് सकता, മനസ്സിലാകാത്ത ഒരാൾ, तू समझ नहीं सकता, वैसा एक നിനക്ക് व्यक्ति, ഗ്രഹിക്കാൻ പറ്റാത്ത ഒരാൾ तू ग्रहण नहीं कर सकता, वैसा ഇവനെ एक व्यक्ति, പിരിയാതെ പിടിച്ചിട്ടുണ്ട്. उसे बिना छोड़े उसे पकड़ कर ഇവൻ रखा. അവന്റെ കൂടെയോ, ओ वो व्यक्ति के साथ ആ ये है, ദൈവം ഇവന്റെ കൂടെയോ. और वो परमेश्वर यूसुफ के साथ है. അതുകൊണ്ട് इसलिए നീ നിന്റെ പ്ലാൻ മാറ്റിയേ പറ്റൂ. ओ तुझे तेरे योजनाओं को बदलना होगा. ദൈവം ചിലരുടെ പ്ലാൻ മാറ്റുകയാ. परमेश्वर कुछ लोगों के ആരോടോ योजनाओं ദൈവം को बदलना, പ്രവചിക്കുന്നു. तुझसे प्रभु नबूवत कर रहा है. നിന്നോട് പറഞ്ഞ പ്ലാൻ അവൻ മാറ്റും. तुझसे कहे योजनाओं को वो बदलेगा. നിന്റെ മുമ്പിൽ വെച്ച പ്ലാൻ അവൻ മാറ്റും. तेरे सामने रखे हुए योजनाओं को वो बदलेगा. നിന്റെ പ്ലാൻ അവൻ അംഗീകരിക്കും. तेरे प्लान को वो सामने वाला ഇനി अंगीकार brother, करेगा.
ഓഫീസിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതായിട്ട് ഞാൻ കാണുന്നല്ലോ. मैं देख रहा हूँ ऑफिस में പ്രാർത്ഥിക്കാൻ परमेश्वर का കഴിയുന്നവർ हाथ कार्य कर പ്രാർത്ഥിച്ചാട്ടെ. रहा है. जो भी प्रार्थना कर നിങ്ങളുടെ सकते हो ഓഫീസിൽ प्रार्थना ദൈവത്തിന്റെ करो. കരം മാറുക. आपके ऑफिस में परमेश्वर का हाथ का कार्य प्रकट हो रहा है. നിന്റെ പ്ലാൻ आपकी योजना നീ പറഞ്ഞു ഇതേ നടക്കൂന്ന്. आपने कहा कि वो होगा, അവൻ അതിനേക്കാൾ അപ്പുറത്ത് वो उससे भी पार. അതെല്ലാം പൊളിക്കുക ദൈവം. परमेश्वर वो सब तोड़ रहा है. ദൈവത്തിന്റെ പ്ലാൻ और परमेश्वर की योजना നിനക്ക് വേണ്ടി അവൻ ഓപ്പൺ ആക്കുക. आपके लिए वो खोल रहा है. അവന്റെ പ്ലാന് അവനൊരു മേൽവിചാരകനെ അന്ന് മേടിച്ച് और उसकी योजना में उसने पोतीफर एक മേടിച്ചാ रखवाले ആണോ? को പൊത്തിഫർ മേടിച്ച ഒരു മേൽവിചാരകനെയാണ്. क्या पोतीफर ने एक मालिक को खरीदा था क्या? അല്ല, नहीं, ഒരു അടിമയെ. एक गुलाम को खरीदा था. പക്ഷെ അപ്പോയിന്റ് ചെയ്താരായിട്ടാ? पर उसे नियुक्त करते टाइम कैसे नियुक्त किया? അത് സംഭവിക്കാൻ പോവാ നിന്റെ ലൈഫിൽ. और वो आपके जिंदगी में प्रकट होने वाला है. അത് സംഭവിക്കാൻ പോവാ. वो ऐसा प्रकट होने वाला है. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? കർത്താവ് വലിയവൻ. परमेश्वर श्रेष्ठ है. കർത്താവ് ഉന്നതൻ. परमेश्वर सबसे महान है. ദൈവം പറയുന്നു परमेश्वर कह रहा है, നീ എൻ്റെ കൂടെ വസിക്കാൻ तू मेरे संग निवास कर. ട്രെയിൻ ചെയ്യ്. उसके लिए तू प्रयत्न कर. तुम मेरे संग रहो, मैं तुम्हें उसके लिए ट्रेन करूंगा. യോസഫ് അതാ വീട്ടിൽ ചെയ്ത്. यूसुफ ने वही किया कि वो अपने आप को ट्रेन कर रहा था परमेश्वर के संग रहने के യോസഫ് लिए. മറ്റു സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തനായത് അങ്ങനെ. यूसुफ अपने भाइयों से अलग इस कारण हुआ, കൂടാരവാസി. वो उस तंबू में रहता था. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചേ, पर आप ध्यान दीजिए, കൂടാരത്തെയോ സ്വപ്നം കാണുക. तंबू के अंदर वो सपनों को देखता है. ഏത് കൂടാരത്തിൽ? कौन से तंबू? യാക്കോബിന്റെ കൂടാരം. याकूब के तंबू में. ഈ സ്വപ്നം എങ്ങനെ കണ്ടു? ये सपना कैसे देखा? ഇത് അപ്പം കാണുന്നു, സ്വപ്നം കാണുന്നവനാ. पिता सपना देखने वाला അപ്പൻ व्यक्ति. എങ്ങനെ സ്വപ്നം കണ്ടേ? पिता कैसे सपना देखता था? വല്യപ്പൻ സ്വപ്നം കാണുന്നതാണ്. और उसके दादाजी सपना देखते थे. വല്യപ്പൻ എങ്ങനെ സ്വപ്നം കണ്ടേ? दादाजी कैसे सपने അതിന്റെ അപ്പൻ देखते थे? സ്വപ്നം കാണുന്നതാണ്. उसके भी परदादा सपने देखते थे. കുടുംബത്തിൽ സ്വപ്നങ്ങളുടെ പരമ്പരയുണ്ട്. तो परिवार में सपने देखने की एक परंपरा है. ഇത് മൊത്തം ദൈവം വന്നതുകൊണ്ട് ഉണ്ടായതാ. और ये सब का कारण परमेश्वर आया इसके लिए हुआ. അപ്പം അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് പിടിച്ചത്, तो अब्राहम से इसहाक ने जो प्राप्त ഇസഹാക്കിൽ നിന്ന് യാക്കോബ് പിടിച്ചത്, किया, इसहाक से याकूब ने जो प्राप्त യാക്കോബിൽ किया, നിന്ന് യോസഫ് പിടിച്ചു. याकूब से यूसुफ ने पकड़ लिया. സ്വപ്നമല്ല പിടിച്ചേ, सपना नहीं पकड़ा, സ്വപ്നം കാണുന്ന ദൈവത്തെ കയറി പിടിച്ചു. सपना दिखाने वाले परमेश्वर को पकड़ लिया. ആമേൻ. സ്വപ്നത്തെ അല്ല പിടിച്ചത്, उसने सपने को नहीं पकड़ा, ദൈവത്തെ കയറി പിടിച്ചു. उस परमेश्वर को ही पकड़ लिया. അപ്പൻ ഒന്നോ രണ്ടോ സ്വപ്നം കാണും, पिता एक दो सपना देखता ഇവൻ था, കണ്ണടച്ച സ്വപ്ന. पर ये आंख बंद करे तो सपना ही देखता था. കാരാഗ്രഹത്തിൽ കിടന്നാലും സ്വപ്ന, बंदी गृह में रहे तो भी सपना, പൊത്തിവന്റെ വീട്ടിൽ കിടന്നാലും സ്വപ്ന, पोतीफर के घर में रहे तो भी സ്വന്തം വീട്ടിൽ सपना, കിടന്നാലും സ്വപ്ന. खुद के घर में भी सपने അപ്പൊ देखता എന്റെ है. ചോദ്യം, तो मेरा सवाल, വീട് മാറിയതുകൊണ്ട് സ്വപ്നം ഇല്ലാതായോ? घर बदला इसके लिए उसका सपना मिट गया ऐसा नहीं. വീട് മാറിയിട്ട് സ്വപ്നം ഇല്ലാതാവുന്നില്ല. घर बदला तो भी सपना അതിന്റെ नहीं था, കാരണം ऐसा എന്താ? नहीं. उसका कारण क्या है? സ്വപ്നമല്ല ഇവൻ കൊണ്ടുവരുന്നേ, ये सपना लेकर नहीं चल रहा था, സ്വപ്നത്തിന്റെ ഉടമയെ. सपने के मालिक को ले चल അതാ रहा था. പറഞ്ഞത്, वही कहा മിസ്രൈമി പൊത്തിഫറിന്റെ വീട്ടിൽ, मिस्र में पोतीफर के घर में പക്ഷെ है, പാർക്കുന്നത് ദൈവത്തിന്റെ കൂടെ. पर वो परमेश्वर के संग रहता है. അതുകൊണ്ട് സ്വപ്നത്തിന് കുറവില്ല. इसके लिए सपनों की कमी नहीं. നീ ഏത് ഹാർഡായി അടുത്തു പോയാലും आप कितने भी कठिन നിനക്ക് स्तर पर സ്വപ്നം जाओ, കാണാൻ പറ്റും. तुम सपने को देख सकते എങ്ങനെ? हो. कैसे? അവിടെ നീ ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം. वहां पर भी आप परमेश्वर के संग ദൈവത്തെ रहे. ഇല്ലാതെ സഞ്ചരിക്കല്ലേ. बिना परमेश्वर के सफर ना करे. ആമേൻ. കോളേജിൽ പോയാലും കർത്താവിനും കൊണ്ടുപോകണം. कॉलेज में जाए तो भी परमेश्वर के संग जाए. ട്രാവലിങ്ങിനും കർത്താവിനും കൊണ്ടുപോകണം. सफर के समय भी परमेश्वर को വിളിക്കണം ले जाए. കർത്താവിനെ. परमेश्वर को बुलाओ. കർത്താവ് ഞാൻ പോവാ, प्रभु को कहो मैं जा എനിക്ക് रहा ഒറ്റയ്ക്ക് हूं. പോകണ്ട, मैं अकेला नहीं जा നീയും सकता. കൂടെ വരണം. आप भी मेरे साथ आओ. വിളിച്ചോണ്ട് പോണം. बुला कर ले जाना है. വിളിച്ചാ കൂടെ വരും. बुलाएंगे तो वो साथ आएगा.
ഞാൻ കട്ടിലെ കിടക്കുമ്പോൾ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, जब मैं बिस्तर पर सोता हूँ तो मैं ऐसे कहता കർത്താവ് ഞാൻ കിടക്കാൻ പോവാ, हूँ, मैं सोने वाला हूँ, നീ എൻ്റെ കൂടെ ഇവിടെ കാണണം. आप मेरे साथ यहाँ रहना. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. अब प्रभु मेरे साथ है ये मुझे पूर्ण तरीके से पता है. ഞാൻ ആ കർത്താവിൻ്റെ കൂടെ നിങ്ങൾ പാർക്കാൻ उस परमेश्वर के संग आप रहे, അറ്റ്മോസ്ഫിയർ മാറും. वातावरण बदल जाएगा. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, एक बात यकीन तौर से कहता हूँ, പോത്തിഫറിനെ നിങ്ങൾ മാറ്റണ്ട. पोतीफर को आपको हटाने की നിങ്ങൾ जरूरत. കർത്താവിൻ്റെ കൂടെ നിന്നാൽ आप परमेश्वर के संग अगर रुके, പോത്തിഫർ തന്നെ മാറിക്കോളും. पोतीफर खुद हट जाएगा. അതാ നിങ്ങൾ കാണാൻ പോകുന്നത്. आप वही देखने वाले हो. കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇതൊന്നും മാറണം, ഈ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം. बहुत साल प्रार्थना की कि प्रभु इस परिस्थिति को हटा दे, इस ഇനി कार्य को അത് हटा दे. നിർത്താൻ अभी वो प्रार्थना रो. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ അങ്ങ് നിൽക്കുക. आप परमेश्वर के संग रहो, കർത്താവ് അത് ചെയ്തോളൂ. परमेश्वर वो कार्य कर लेगा. മാറുമല്ല, മാറുമല്ല, सब बदल जाएगा, എല്ലാം തിരിയും. सब मुड़ जाएगा. आमीन. എത്ര പേരത് വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, मैं परमेश्वर के संग रहता എല്ലാം हूँ, തിരിയും. सब मुड़ेगा. आमीन. വാ തുറന്ന് പറഞ്ഞു, अपने मुंह खोल कर कहिए, ഞാൻ കർത്താവിൻ്റെ കൂടെ പാർക്കുന്നുണ്ട്, मैं परमेश्वर के संग रहता हूँ, എല്ലാം इसलिए തിരിയും. सब कुछ मुड़ जाएगा. നിങ്ങളുടെ വാ കൊണ്ട് അത് പറ, अपने मुंह खोल कर बोलिए, ഞാൻ പാർക്കുന്ന കർത്താവിൻ്റെ കൂടെ. मैं परमेश्वर के संग रहता हूँ, इसके लिए सब कुछ मुड़ जाएगा. मैं परमेश्वर के साथ रहता हूँ, എല്ലാം തിരിയും. सब मुड़ेगा, सब मुड़ेगा, क्योंकि मैं परमेश्वर के संग रहता हूँ. ഞാൻ ആത്മാവിൽ കാണുന്നോണ്ടാണ് ഇത് പറയുന്നത്. मैं आत्मा में ये देख रहा हूँ, इसके लिए मैं आपसे कह रहा हूँ, സകലതും തിരിയും. सब कुछ मुड़ रहा है, കാരണം ഞാൻ വസിക്കുന്ന കർത്താവിൻ്റെ കൂടെ. क्योंकि मैं परमेश्वर के साथ निवास करता നിങ്ങൾ हूँ. നോക്കിക്കേ, आप देखिए, ആ വീട്ടിനകത്ത് उस घर में മാലിക്, അതായത് പൊത്തിഫർ ഇവനെ അതിൻ്റെ എല്ലാം മേൽവിചാരകനാക്കുന്നു. पोतीफर ने इसको सभी बातों के ऊपर अधिकारी ठहराया, ഭാര്യ ഇവനെ അവൻ്റെ കടക്കയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. और पोतीफर की पत्नी इस यूसुफ को अपने बिस्तर में लाना चाहती थी. ഇതൊന്നും അവന് ബാധകമല്ല. ये कुछ भी उस पर प्रभाव नहीं डाला, അവൻ ദൈവത്തിൻ്റെ കൂടെ. वो परमेश्वर के संग है. എന്തു പറ്റി? क्या हुआ? പൊത്തിഫറിന് വീട്ടിലെ നന്മ നഷ്ടമാവുന്നു. पोतीफर के अपने घर की भलाई नष्ट हो रही है. യോസേപ്പ് പോയപ്പോൾ നഷ്ടമായി. यूसुफ चला गया तो भलाई नष्ट അവൻ हो, സാധാ പൊത്തിഫറായി. तो वो एक साधारण पोतीफर बन പക്ഷേ गया. യോസേപ്പ് എങ്ങോട്ട് പോവാ? पर यूसुफ कहाँ जा रहा है? പൊത്തിഫറിന്റെ വിചാരം അവനെ ഞാൻ ജയിലിൽ അടച്ചെന്ന. पोतीफर का सोच ये है कि मैंने उसे बंदी गृह में बंद कर പക്ഷേ दिया. യോസേപ്പ് എങ്ങോട്ട് പോവാ? पर यूसुफ कहाँ जा रहा है? പൊത്തിഫർ പേടിക്കുന്ന രാജ്യത്തിലോട്ട് നീങ്ങുക. पोतीफर डरता है उस राज्य की ओर यूसुफ बढ़ रहा है. റൂട്ട് കണ്ടോ? यस, दिशा देखिए. പൊത്തിഫർ ഒതുങ്ങുന്നു, पोतीफर दबाया जा रहा है, യോസേപ്പ് കൊട്ടാരത്തിലോട്ട് കയറുന്നു. यूसुफ महल के ओर प्रवेश कर रहा है. ആരുടെ കൂടെ താമസിക്കുന്നു? किसके साथ रहता है? ദൈവത്തിൻ്റെ കൂടെ താമസിച്ചു. परमेश्वर के संग रहता है. നമ്മളെന്താ കാര്യം കുഴപ്പമെന്നറിയോ? हम कैसे देखते हैं हमारी നമുക്ക് दिक्कत जो है, നാളേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ. हम कल के लिए इंतजार नहीं कर पाते. നമുക്ക് ഇന്ന് ഇങ്ങനെ ആകണം. हमको आज ऐसे बनना है. യോസേപ്പ് പറഞ്ഞു വെയിറ്റ് ചെയ്യ്. यूसुफ कहता है നീ इंतजार ആരുടെ करो. കൂടാ? तू किसके साथ है? हाँ, നീ അവന്റെ പ്ലാനില്ല, तू उसकी योजना में है. അവൻ നിന്റെ പ്ലാനിലല്ല, वो तेरे योजना में നീ नहीं, അവന്റെ പ്ലാനില്ല. पर तू परमेश्वर की योजना में है. എത്ര പേർക്ക് മനസ്സിലായി? യോസേപ്പ് പറയുന്നേ ഞാൻ ദൈവത്തിന്റെ പ്ലാനില്ല, यूसुफ कहेगा कि मैं परमेश्वर की योजना में, ദൈവം എന്റെ പ്ലാനിലല്ല. परमेश्वर मेरे योजना में नहीं है. എന്റെ പ്ലാനാണെങ്കിൽ अगर मेरा प्लान होता പൊത്തിഫറിന്റെ ഭാര്യ ഒതുക്കണം. तो पोतीफर के पत्नी को वहां पर सही सबक सिखाना. കർത്താവിനോട് അതിനുള്ള സമയമല്ല ഇത്. प्रभु ने कहा कि उसके लिए टाइम नहीं അവൾ है. അവിടെ കിടന്ന് ബഹളം വെക്കട്ടെ. उसे वहां रुककर झगड़ा करने दे. അവൾ ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ. वो वहां पर वो दिक्कत खड़ा करेगी और तभी मुझे तुझे यहाँ से ले അവൾ जाना. ഉണ്ടാക്കിയില്ലെങ്കിൽ നിന്നെ ഇറക്കി വിടത്തില്ലടാ. अगर वो प्रॉब्लम नहीं खड़ा करेगी तो तुझे निकाल അതിനകത്ത് नहीं നീ सकता. പുറത്തു വരണമെങ്കിൽ उसमें से अगर तुझे बाहर आना അവക്ക് ഈ വിവരക്കേട് ഉണ്ടാകണം. है, उसको ये
मूर्खता का कार्य करना है। ചിലർക്ക് വിവരക്കേട് വന്നത് നീ പുറത്തു വരാനാ. कुछ लोगों का मूर्खता इसके लिए प्रकट हुआ क्योंकि आप उस स्थान से बाहर आ पाए। ഓഫീസിൽ ചിലത് കിടന്ന് ബഹളം വെക്കുന്ന നീ പുറത്തു വരാനാ. ऑफिस में कुछ लोग ऐसे ही झगड़ा करते हैं क्योंकि आपको वहां से बाहर നിന്റെ आना है। വീട്ടിൽ ചിലത് കിടന്ന് ഇളകുന്നത് നീ പുറത്തു വരാനാ. तेरे घर में कुछ लोग कुछ झगड़ा करते हैं क्योंकि तू उस കർത്താവ് स्थान നിന്നെ से बाहर आ जा। പുറത്തെടുക്കണമെന്ന്. परमेश्वर को तुझे बाहर लाना है। അത് അനുകൂലമാകാനല്ല നീ ഇപ്പൊ ശ്രമിക്കണ്ടേ. तो अभी वो लोग मेरे साथ बन जाए നീ उसकी परिश्रम ദൈവത്തിന്റെ പ്ലാനിൽ നിൽക്ക്. तू परमेश्वर की योजना में रुक। ഞാനിങ്ങനെ പറയും, मैं ऐसा कहूंगा, എടാ ഒരു വെളിപ്പാട് എനിക്ക് നിനക്കും കിട്ടണമെങ്കിൽ യോഹന്നാനെ പ്ലീസ് നീ പത്മോസ് വരെ വാ. अगर आपको और मुझे अगर एक प्रकटीकरण प्राप्त होना है तो यूहन्ना तू जरा पतमोस तक आ जा। എടാ എനിക്ക് ലോകത്തിനൊരു വെളിപ്പാട് കൊടുക്കണം. मुझे इस दुनिया को एक प्रकटीकरण देना है। മൂന്നാം സ്വർഗം വരെ ഒരുത്തൻ കയറി വന്നിട്ട് ഞാൻ കൊടുത്തില്ല. तीसरे स्वर्ग तक एक व्यक्ति आया, उसके हाथों में मैंने ये नहीं दिया। എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? कितने लोग समझ पा रहे हैं? മൂന്നാം സ്വർഗം വരെ കയറി വന്ന് എല്ലാം കണ്ടേച്ച് പോയിട്ട് ഞാൻ അവന്റെ കയ്യിൽ കൊടുത്തില്ല. ഇത് तीसरे स्वर्ग तक वो आया, सब कुछ देखा, उसके हाथ में भी मैंने प्रकटीकरण नहीं दिया। എന്താ അവന്റെ കയ്യിൽ കൊടുക്കാത്തെന്നറിയോ? उसके हाथ में क्यों नहीं दिया पता നിന്നെ है? കൊണ്ട് എഴുതിക്കാൻ വേണ്ടിയാ. क्योंकि तुझसे मैं वो लिखाना ഇത് चाहता നീ हूं। എഴുതണമെങ്കിൽ ये अगर तुझे लिखना ഇനി है, എനിക്ക് വേറിട്ട് വേണം. मैं तुझे अलग एक रीति में चाहता हूं। ആരും നിന്നെ ശല്യം ചെയ്യാൻ പാടില്ല. कोई भी तुझे दिक्कत ना दे। അതിന് പറ്റിയത് പത്മോസാ. और उसके लिए सबसे उत्तम जगह പത്ര पतमोस है। മനസ്സിലാവുന്നുണ്ട്? आमेन। എടാ പത്മോസ് എങ്ങനെ ആയിക്കോട്ടെ, पतमोस कैसा भी रहे, യോഹന്നാനെ നിനക്ക് പത്മോസ് ആയിരിക്കത്തില്ല. यूहन्ना तेरे लिए पतमोस नहीं നിനക്ക് रहेगा, പത്മോസ് സ്വർഗമായിരിക്കും. तेरे लिए पतमोस स्वर्ग रहेगा। आमेन। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? യോഹന്നാൻ ഒരിക്കലും പത്മോസ് വലിയ ഭയങ്കരമാണെന്ന് എഴുതിയില്ല. यूहन्ना ने कभी ऐसा नहीं लिखा कि पतमोस बहुत सुंदर जगह है। എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? क्या कहीं भी ऐसा അവിടെ लिखा है കഴുകനുണ്ട്, कि वहां पर അവിടെ उड़ान है, ശവമുണ്ട്, वहां पर लाश അവിടെ है, വെള്ളമില്ല. वहां पानी नहीं है। യോഹന്നാൻ അങ്ങനൊന്നും എഴുതിയില്ല. यूहन्ना ने ऐसा कुछ नहीं लिखा। യോഹന്നാൻ എഴുതി എന്താ? यूहन्ना ने क्या ഞാൻ लिखा? ആത്മവിശ്വതയിലായി, मैं आत्मा से भरपूर സ്വർഗം हूं। തുറന്നിരിക്കുന്നത് കണ്ടു, स्वर्ग खुला हुआ देखा, ദൂതന്മാര് വരുന്നത് കണ്ടു. स्वर्गदूत आते हुए देखा। ഓ രക്ഷ, പുസ്തകം ആര് തുറക്കും? पुस्तक कौन खोलेगा? പുള്ളി അവിടെ കിടന്നുകൊണ്ട് സ്വർഗം കാണുക, वो वहां बैठकर स्वर्ग देख रहा है, മണവാട്ടിയെ കാണുക, वो वहां दुल्हन को देख रहा है, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ കാണുക. परमेश्वर के राज्य के रहस्य പത്മോസ് को देख रहा സ്വർഗമായി है। മാറിയെന്ന് पतमोस स्वर्ग बन गया। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? അതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. परमेश्वर वही करने നിനക്ക് वाला വേണ്ടി അതാ ചെയ്യാൻ പോകുന്നത്. आपके लिए वही करने वाला है प्रभु। മറ്റുള്ളവർക്ക് പത്മോസ് ആയിരിക്കും, दूसरों के लिए पतमोस നിനക്ക് रहेगा, പത്മോസ് ആയിരിക്കത്തില്ല. तुम्हारे लिए पतमोस नहीं നിനക്ക് रहेगा, സ്വർഗമായിരിക്കും അത്. वो तुम्हारे लिए स्वर्ग बन जाएगा। യോ പൗലോസ് കണ്ട സ്വർഗം पौलोस ने जो स्वर्ग देखा, പത്മോസിൽ ഇപ്പൊ അവൻ കാണുക. पतमोस में वो यूहन्ना देख എത്ര रहा പേർക്ക് है। മനസ്സിലാവുന്നുണ്ട്? കിടപ്പ് പത്മോസിൽ, वो पतमोस में रह रहा है, കാണുന്നത് സ്വർഗം, पर देखने में स्वर्ग देख रहा है। ഇരിക്കുന്നത് പത്മോസിൽ, वो पतमोस में बैठा है, കണ്ണിൽ സ്വർഗം. पर आंखों के सामने എത്ര स्वर्ग പേർക്ക് है। മനസ്സിലാവുന്നുണ്ട്? आमीन। ഇതാ നിനക്ക് സംഭവിക്കാൻ यही പോകുന്നത്. आपके साथ होने वाला है। പൗലോസിന് ഇത് കാണാൻ അവിടെ പോണം, पौलोस को देखने के लिए स्वर्ग जाना पड़ेगा। യോഹന്നാൻ അവിടെ പോണ്ട. यूहन्ना को वहां जाने की യോഹന്നാൻ जरूरत ഇവിടെ है। ഇരുന്നാൽ यूहन्ना यहाँ അവിടെ बैठ ഇത് കാണുമെന്ന് वहां पर वो स्वर्ग എത്ര देखेगा। പേർക്ക് മനസ്സിലാവുന്നു? ഇതാ ദൈവം നിന്നോട് പറയുന്ന ദൂത്, परमेश्वर यही वाणी आपको बांट रहा है, നീ എന്റെ പ്ലാനിൽ നിൽക്ക്. तुम मेरे योजना में रुको। നീ നിന്റെ പ്ലാൻ പറയാതെ तू तेरे योजना को मत നീ बोल, എന്റെ പ്ലാനിൽ നിൽക്ക്. तू मेरे योजना में रुक। യോസഫ് കാരാഗ്രഹം എന്തുവാ? यूसुफ बंदी गृह क्या है? അത് എല്ലാവർക്കും കാരാഗ്രഹമാ. सबके लिए वो बंदी गृह है, എനിക്കത് പ്രൊഫറ്റിക്കൽ ഓഫീസാ. पर मेरे लिए वो नबूवत का कार्यालय है। അതെന്താ? वो क्यों है? ഞാൻ സ്വപ്നം കാണും, मैं सपना देखूंगा, മറ്റുള്ളവന്റെ സ്വപ്നം വ്യാഖ്യാനിക്കും. दूसरों के सपनों का अर्थ बताऊंगा। ഇതിപ്പോ എന്റെ സ്പെഷ്യൽ കോട്ട. अब ये मेरा खुद का एक रहस्यमय जगह है। എന്താ അവിടെ നടക്കുന്നത്? वहाँ क्या हो रहा है? ഞാൻ പറയുന്ന പോലെ അവിടെ കാര്യങ്ങൾ നടക്കും. जो जैसा मैं कहूंगा वैसा कार्य वहाँ होगा। ഇവിടുത്തെ പാനപാത്രവാഹനെ രാജാവ് കൊണ്ടുപോകും. और वहाँ के कप बैरर को राजा लेकर जाएगा। ആ
അപ്പക്കാരനെ രാജാവ് തട്ടും, और वहां के रोटी बांटने वाले को जो है राजा वहां से हत्या कर देगा। പാനപാത്രവാഹന്റെ പുറകെ ഞാനും പോകും. और जो बर्तन को ले चलता है उनके पीछे मैं भी जाऊंगा। പാനപാത്രവാഹൻ വീണ്ടും പാനപാത്രവാഹനാവും. और वो बर्तन को ले चलने वाला फिर से बर्तन के उस कार्य में വ്യാഖ്യാനിച്ച ഞാൻ आएगा। അവിടെ മന്ത്രിയാവും. और मैं उसके सपने का अर्थ बताकर वहां मंत्री बनूंगा। ആമേൻ. आमीन। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग को ये समझ आ रहा है? എന്റെ ചോദ്യം, मेरा सवाल, യോസഫേ, നീ മന്ത്രിയാണെങ്കിൽ यूसुफ अगर तुझे मंत्री बनना है, നീ മിസ്രൈമ്യനല്ലല്ലോ. तू तो मिस्र का नहीं है। അവിടെ മന്ത്രിയാണെങ്കിൽ മിസ്രൈമ്യനാണ്. अगर किसी को मंत्री बनना है तो वो मिस्र का होना चाहिए। യോസഫ് എന്നോട് പറയുന്ന മറുപടി, यूसुफ मुझसे ये उत्तर देता है, അത് ശരിയാ, वो सही बात है, പക്ഷെ ഞാൻ ദൈവത്തിന്റെ കൂടാ. पर मैं परमेश्वर के संग हूं। രാജാക്കന്മാരെ ഇരുത്തുകയും അവിടുന്ന് മാറ്റുകയും ചെയ്യുന്ന എൻ്റെ ദൈവമാണ്. राजाओं को सिंहासन पर बिठाना, उनको उस सिंहासन से हटा देना, ये मेरा परमेश्वर करता। അവിടെ നിയമം പൊത്തിഫറായിരിക്കും എഴുതുന്നത്. वहां पर नियम पोतीफर लिखता होगा, അത് അവിടെ ഇരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അപ്പനാ. पर वहां पर बैठना है या नहीं ये निर्णय मेरा परमेश्वर करता है। ഇപ്പൊ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന കാരാഗ്രഹത്തിലല്ല. अभी मेरा परमेश्वर मेरे साथ बंदी गृह में बैठना नहीं चाहता, എൻ്റെ കൂടെ കൊട്ടാരത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. वो मेरे साथ महल में बैठना चाहता है। ആമേൻ. ആമേൻ. आमीन। ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ध्यान से सुनना। ഒരു സമയത്ത് അപ്പൻ്റെ കൂടെ വീട്ടിലിരിക്കാനായിരുന്നു ദൈവത്തിന് എൻ്റെ കൂടെ ഇഷ്ടം. एक समय में पिता के साथ मैं घर पे रहूं, ये मेरे पिता की परमेश्वर की इच्छा थी। ഇച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവത്തിന് ഇഷ്ടം പൊത്തിഫറിൻ്റെ വീട്ടിലിരിക്കാനാണ്. उसके बाद मेरी परमेश्वर की इच्छा पोतीफर के घर में मेरे साथ रही। അവിടെ ഞാനും ദൈവവും കൂടെ ആയിരുന്നു. वहां पर मैं और परमेश्वर। ഇച്ചിരി കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിലിരിക്കാനായിരുന്നു ദൈവത്തിന് ഇഷ്ടം. कुछ समय बाद बंदी गृह में परमेश्वर को बैठने की ഞാനും इच्छा थी। ദൈവവും കൂടെ കാരാഗ്രഹത്തിലിരുന്നു. मैं और परमेश्वर बंदी गृह में बैठे। ഇപ്പം ദൈവത്തിന്റെ ഇഷ്ടം अभी परमेश्वर की इच्छा ഫറവോന്റെ കൊട്ടാരത്തിലിരിക്കാനാണ്. फिरौन के महल में बैठने का है। അതുകൊണ്ട് എനിക്കൊരു പോസ്റ്റ്, इसके लिए मेरे लिए एक स्थान, ദൈവത്തിന് അവിടെ എൻ്റെ കൂടെ ഇരിക്കേണ്ടതുണ്ട്. परमेश्वर को मेरे साथ वहां बैठना है, എനിക്കൊരു इसलिए പോസ്റ്റ്, मेरे लिए एक पोस्ट, അതിന്റെ പേര് പ്രധാനമന്ത്രി. और उसका नाम है प्रधानमंत्री। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? നിനക്കിരിക്കാൻ അവിടെ ഒരു പോസ്റ്റ്, आपको बैठने के लिए वहां एक पोस्ट, നിന്റെ കൂടെ ദൈവത്തിന് ഇരിക്കണം, आपके साथ परमेश्वर को അതിന് बैठना അവിടെ है। ഒരു പോസ്റ്റ്. इसके लिए वहां एक स्थान बनाया गया है। ദൂതേറ്റെടുത്താട്ടെ इस वाणी को स्वीकार ആ करें। ഓഫീസിൽ उस ऑफिस में നിന്റെ കൂടെ ദൈവത്തിന് അവിടെ ഇരിക്കണം. आपके साथ परमेश्वर को वहां बैठना അവിടെ है। നിനക്കൊരു പോസ്റ്റ്. इसके लिए तुझको एक पोस्ट। ഈ ദൂത എത്ര പേര് എടുക്കും? कितने लोग इस नबूवत को स्वीकार നിനക്കൊരു करेंगे? പോസ്റ്റ്. तुम्हारे लिए एक औदा। നീ ഒരു ഓർഡിനറി ആയാലൊക്കത്തില്ല. आप एक साधारण बने काफी नहीं। ദൈവത്തിന് നിന്റെ കൂടെ ഇരിക്കണമെങ്കിൽ परमेश्वर को अगर അവിടെ आपके ഒരു साथ बैठना പോസ്റ്റ് है, നിനക്ക് വേണം. वहां एक स्थान आपको मिलना അവിടെ ഒരു चाहिए। ക്യാബിൻ നിനക്ക് വേണം. वहां पर आपको एक कैबिन मिलना है। സ്വർഗം അവിടെ വരിക നിന്നെ परमेश्वर ആ आप പോസ്റ്റിലേക്ക് നിന്നെ കൊണ്ടുവരിക. इस पोस्ट की ओर आपको ले जा रहा എത്ര है। പേർക്ക് മനസ്സിലാവുന്നുണ്ട്? Thank you, Holy Spirit. എടാ, എനിക്ക് യാക്കോബിനെ അവിടെ കൊണ്ടുവരണം, मुझे याकूब को वहां लाना है, എനിക്ക് ബെന്യാമീനെ അവിടെ കൊണ്ടുവരണം, मुझे बेन्यामिन को वहां लाना എനിക്ക് है, യഹൂദയെ അവിടെ കൊണ്ടുവരണം. मुझे यहूदा को वहां लाना है। അങ്ങനെയാണെങ്കിൽ वैसा है तो നീ അവിടെ അപ്പക്കാരനായാലൊക്കത്തില്ല, तू वहां रोटी देने वाला बनकर നീ रहना അവിടെ काफी नहीं। വീഞ്ഞുകാരനായാലൊക്കത്തില്ല, तू वहां पर നീ दाखरस അവിടെ देने वाला बनकर ना സ്വീപ്പർ रह। ആയാലൊക്കത്തില്ല, तू वहां झाड़ू लगाने वाला बनकर नहीं रह നീ അവിടെ सकता। കൊട്ടാരത്തിലിരുന്നേ പറ്റുള്ളൂ. तुझे वहां महल में ही बैठना അതുകൊണ്ട് होगा। ഒരു പോസ്റ്റ്. इसके लिए तेरे लिए एक स्थान। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ये लोग समझ पा रहे हैं? ഇത് ദൈവം പ്രവചിക്കുക നിങ്ങളോട്. ये परमेश्वर आपसे ये नबूवत कर रहा है। നിന്റെ കൂടെ ദൈവമുണ്ടോ? क्या परमेश्वर आपके साथ है? എങ്കിൽ നീ പറ, तो आप कहो എനിക്ക് അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. मेरे लिए वहां एक स्थान है, एक पोस्ट है।
പറഞ്ഞോട്ടെ. आप मुंह खोल कर कहो, ഓഫീസിനെ നോക്കിട്ട് പറ, आपके ऑफिस को देख कर ഈ कहो, പോസ്റ്റ് എന്റേതാ. ये पोस्ट मेरा है, കാരണം ഞാനും യേശുവും കൂടി ഇരിക്കേണ്ടതാ. क्योंकि मुझे और मेरे यीशु ഇവിടുത്തെ को एक साथ ലേബർ बैठना है। പരിപാടി കഴിഞ്ഞു, यहाँ के लेबर का അടിമത്വം കഴിഞ്ഞു. गुलामी खत्म, ഇനി അടിമയല്ല ഞാൻ അവിടെ. अभी मैं वहां गुलाम ഈ नहीं हूँ, പോസ്റ്റ് എന്റെയാ, ये स्थान मेरा है, ഈ പോസ്റ്റ് എന്റെയാ. ये स्थान मेरा है। അല്ലെങ്കിൽ ആ പോസ്റ്റ് ഉള്ളിടത്ത് ഞാൻ എത്താൻ പോവാം. नहीं तो वो पोस्ट जहां पर है उस जगह पर मैं पहुंच जाऊंगा। ആ പോസ്റ്റ് ഉള്ളിടത്തോട്ട് ദൈവം എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം. वो पोस्ट जहां पर है परमेश्वर मुझे वहां ट्रांसफर करने वाला है। ദൂതേറ്റെടുത്തോട്ടെ. इस वाणी को स्वीकार करें। അടിമത്തം മതി. गुलामी बस हुआ, മനസ്സിലായോ അലക്സ്? അടിമത്തം മതി. गुलामी बस നിന്നെ हुआ। ഒത്തിരി അടിമയായിട്ടിട്ട് പണി ചെയ്യിച്ചു. बहुत गुलाम के रूप में तेरे അത് ഇന്ന് തീരുക. वो आज खत्म हो ഈ रहा है, സൺഡേ തീരുക. इस रविवार और समाप्त हो ഇനി रहा है। നിനക്ക് അടിമത്തം ഇല്ല. अभी तेरी कोई गुलामी नहीं है, നിനക്കൊരു പോസ്റ്റ്. तेरे लिए एक पोस्ट, അവിടോട്ട് നീ ചേഞ്ച് ആകുക. वहां पर आपकी बदलावट हो रही है। ഒത്തിരി കറങ്ങിയില്ലേ നീ? बहुत घूमे आप, ഒന്ന് ഗ്രിപ്പ് പിടിക്കാൻ एक जरा स्थापित होने के लिए ഇല്ലേ? ഒത്തിരി बहुत घूमे ना, ഒത്തിരി കറങ്ങിയില്ലേ? बहुत घूमे ना आप, ബിനിവർ കറങ്ങിയില്ലേ? बहुत घूमे, മതി. बस हुआ നിന്റെ പോസ്റ്റ്. आपके लिए एक पोस्ट। എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നു? कितने लोग इस वाणी को समझ पा रहे हैं? പ്രാർത്ഥിച്ചോട്ടെ. प्रार्थना करें। എൻ്റെ വാക്ക് നടത്തും. मैं मेरे शब्दों को समाप्त कर रहा हूं। നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചോട്ടെ. आप सभी प्रार्थना करें। ഒത്തിരി നിന്ന കേട്ടില്ലേ? बहुत सारी निंदाओं को सुना, ഒത്തിരി ഒറ്റപ്പെട്ടില്ലേ? बहुत अकेलेपन को अनुभव किया, മറുപടി പറയാൻ കഴിയാതെ വാക്കുമുട്ടിപ്പോയ സമയങ്ങളില്ലേ? और उन सवालों के सामने उत्तर ना दे पाए, वैसे आप चुप बैठ गए थे। അതിനുള്ള ആൻസർ उसके लिए उत्तर, നീ ഇന്നു മുതൽ യേശുവിൻ്റെ കൂടെ. आज से आप यीशु के संग हो, യേശു നിന്റെ കൂടെ, यीशु आपके संग നീ है, യേശുവിൻ്റെ കൂടെ, और आप यीशु के संग हो, നീ യേശുവിൻ്റെ കൂടെ, आप यीशु के साथ, യേശു നിന്റെ കൂടെ. यीशु आपके साथ। ഇനി മറുപടി യേശു പറയും. अभी उत्तर यीशु देगा, യേശുവാണ് നിനക്ക് വേണ്ടി മറുപടി പറയാൻ പോകുന്നത്. यीशु आपके लिए उत्तर देने वाला है। आमीन। നീ സ്റ്റക്കാകാൻ പോവല്ല. आप वहां पर रुकाए नहीं जाने वाले हो, നീ സ്റ്റക്കാകാൻ പോവല്ല. आप वहां पर रुकने नहीं वाले हो, നീ അവിടുന്ന് അഴിഞ്ഞു പുറത്തു വരാൻ പോവാ. आप वहां से आजाद होकर बाहर आने वाले हो।